ബന്ധുക്കളൊക്കെയും ഇപ്പോഴിതാ ആശുപത്രിയിലേക്ക് എത്തുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഒരു അരമണിക്കൂറിനിപ്പുറം 8 മണിയോടുകൂടി ആരംഭിക്കുമെന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാവുന്നുണ്ട്. അരുൺ ശങ്കർ ഉണ്ട്. അരുൺ, ഷിനോജ് ഇങ്ങനെ പേര് വിവരങ്ങൾ അവരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കൂടിപ്പോയാൽ 20 വയസ്സ് പ്രായമുള്ള കുട്ടികളാണ്. 18ഉം 19ഉം 20ഉം വയസ്സ് പ്രായമുള്ള കുഞ്ഞു കുട്ടികൾക്കാണ് ഇത്തരത്തിൽ ദാരുണമായിട്ടുള്ള അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേരത്തെ ഗോകുലില് പാലക്കാട് അവരുടെ വീട്ടിൽ നിന്ന്, ശ്രീദേവിന്റെ വീട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവിടെ നാട്ടുകാർക്ക് പോലും അത് ഉൾക്കൊള്ളാനാകുന്നില്ല. വീട്ടുകാരുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാനാവുന്നതിൽ എത്രയോ അപ്പുറത്തുമായിരിക്കും. പറയൂ അവരോട്, അവിടെ നിന്ന് വിവരങ്ങൾ നൽകൂ. തീർച്ചയായിട്ടും ഈ കുട്ടികളൊക്കെ തന്നെ മികച്ച വിദ്യാഭ്യാസ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. അതുകൊണ്ടാണല്ലോ അവർക്ക് ഇവിടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ MBBSന് സീറ്റ് കിട്ടിയത്. അവർ ഗോകുൽ പറഞ്ഞ പോലെ വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല മറ്റ് കായിക രംഗത്തൊക്കെ മികവ് പുലർത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ ബന്ധുക്കൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ എപ്പോഴാണ് സൈദ് വിവരം അറിഞ്ഞത്? ഞാൻ രാത്രി എനിക്കിവിടെ ഞാനൊരു കൃഷിക്കാരനാണ്. മഴ പെയ്ത കാരണം എൻ്റെ നെല്ലെല്ലാം വെള്ളത്തിൽ കിടക്കുന്ന കാരണം ഒരു 10 മണിയാകുമ്പോൾ നേരെ ഞാൻ അവിടെ പാടത്ത് നിൽക്കുമ്പോഴാണ് എൻ്റെ ഇത് മൊബൈലിൽ കാണുന്നത് ഇങ്ങനെ അപകടം ഉണ്ടായെന്നുള്ളതും. ഞങ്ങൾ ഉടനെ ഓടി വന്നു കഴിഞ്ഞപ്പോൾ ഈ ബോഡികളെല്ലാം 5 എണ്ണം ഇവിടെ ഇതായിട്ട് കിടക്കുവാണ്. അവിടെ നിന്ന് നേരെ ഞങ്ങൾ പിന്നെ ഇതെല്ലാം റെഡിയാക്കിയിട്ട് ഡോക്ടർമാർ റെഡിയാക്കി ഞങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്ന് മോർച്ചറി കൊണ്ടുവച്ച് അത് കഴിഞ്ഞ് ഇല്ലില്ല. ഈ കൊണ്ടുവരുമ്പോൾ ഈ പറയുന്ന 5 എണ്ണത്തിന് ജീവൻ ഇല്ലെന്നുള്ളതാണ് ഇത്. ഇബ്രാഹിമിൻ്റെ നാട്ടുകാരൻ ചേട്ടൻ ലക്ഷദ്വീപിൽ നിന്നുള്ളതല്ലേ? ഇബ്രാഹിമിൻ്റെ ബന്ധുവാണ്. നമ്മളറിയുന്ന ആൾക്കാർ, നമ്മളെ സുഹൃത്തിൻ്റെ മോനാണ്. ഇവിടെ 1 മാസം ജസ്റ്റ് കഴിയുന്നതേ ഉള്ളൂ. ഒപ്പം ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് ഇപ്പം ജസ്റ്റ് പോയി. ലോക്കൽ ഗാർഡിയൻ അല്ലല്ല, ഞാൻ ഇന്നലെ എത്തിയതാണ്. ഞാൻ കാലിക്കറ്റിലാണ് ജോലി. നമ്മളറിഞ്ഞ ഉടനെ തന്നെ ഇങ്ങോട്ട് രാത്രി 1:30 ഇവിടെ എത്തി. നമ്മളായിട്ടൊന്ന് നല്ല അടുത്ത ബന്ധമുള്ള ആളാണ്. കുടുംബത്തിനൊരു പ്രതീക്ഷയായിരുന്നില്ലേ? കുടുംബ പ്രതീക്ഷ. 2 മക്കളേ ഉള്ളൂ. ഇതാണ് മൂത്ത കുട്ടി. പിന്നെ ഒരു കുട്ടി 3ാം ക്ലാസ് പഠിക്കുകയാണ്. 8 മണിക്കുള്ള ഹെലികോപ്റ്റർക്ക് അഗത്തിയിലെത്തും. അഗത്തിയിൽ നിന്ന് ഫ്ലൈറ്റ് മുഖാന്തരം ഇങ്ങോട്ട് വരും. നാട്ടിലേക്കല്ല, ഉമ്മയും ഉപ്പയൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ എറണാകുളത്ത് തന്നെ എവിടെങ്കിലും പള്ളിയിൽ, മിക്കവാറും അവിടെ സെൻട്രൽ മാർക്കറ്റ് ജുമാ മസ്ജിദിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർ ഓക്കെയാണ്. അപ്പോൾ അവിടെ മിക്കവാറും അവിടെ തന്നെ കബറടക്കും. അവരാണ് അവരെ മറ്റേ അറിയുന്ന ബന്ധുക്കൾ വിളിച്ച് പറഞ്ഞാണ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അതൊക്കെ ചെയ്തു കഴിഞ്ഞു കാര്യങ്ങളൊക്കെ. ഇനി ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ഇവിടെ പൊതുദർശനം വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അറിയാം. വലിയ ഇതില്ലെങ്കിൽ നമ്മൾ കുറച്ച് മറ്റേ ചെറിയ നിലക്ക് അറിയാം. ഒരു ഡോക്ടർ പഠനത്തിനൊക്കെ വരുവാന്ന് പറഞ്ഞാൽ ദ്വീപ് സമൂഹത്തെ സംബന്ധിച്ച് വലിയൊരു നേട്ടമല്ലേ? അതെ, കാരണം ചെറിയ കുട്ടിയാണ്, നല്ല ഹൈ ലെവൽ മാർക്കാണ്. അപ്പോൾ ഭയങ്കര ഒരു നമുക്ക് തന്നെ എല്ലാവർക്കും ലക്ഷദ്വീപ് മൊത്തം വലിയ ഷോക്കായിപ്പോൾ ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ. കാരണം ഒരു സൈലൻ്റ് പയ്യനുമായിരുന്നു, വളരെ സൈലൻ്റ് ആയിരുന്നു. അങ്ങനെയൊക്കെയാണ്. തീർച്ചയായിട്ടും അതാണ് ഓരോ പ്രതീക്ഷകളായിരുന്നു ഈ 5 ചെറുപ്പക്കാരെന്ന് പറയുന്നത്, 5 വിദ്യാർത്ഥികളെന്ന് പറയുന്നത്. അവരുടെ കുടുംബത്തിന് മാത്രമല്ല, നാടിന് ഒന്നാകെ വലിയ പ്രതീക്ഷയായിരുന്നു. എന്താണ് നമ്മൾ അന്ന് ബോഡി കൊണ്ടുപോകാനായിരുന്നു ആദ്യം MP ഇന്നലെ രാത്രി ലിജുവായിട്ട് സംസാരിച്ചത്. പക്ഷേ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചി തന്നെ ഖബർസ്ഥാനിൽ അടക്കാനുള്ള തീരുമാനം എത്തട്ടെ. അപ്പോൾ ഞങ്ങളൊരു തെറ്റായൊരു വാർത്ത സെൻട്രൽ ജുമാ മസ്ജിദിൽ അടക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതെ, ഇപ്പം മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ മൃതദേഹം ദ്വീപിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്നുള്ളത് ഇപ്പോൾ കുടുംബവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുകയാണ്. എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിൽ ഖബറടക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. പള്ളി കമ്മിറ്റിയോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉമ്മയും ഉപ്പയും എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ട മറ്റു കാര്യങ്ങൾ കൂടെ നീക്കും. എന്തായാലും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല, അത് ഇന്നലെ തീരുമാനമായിരിക്കുകയാണ്. അങ്ങനെ ഈ മണ്ണിൽ തന്നെ എവിടെയാണോ പഠിക്കാൻ വന്നത് ആ മണ്ണിൽ തന്നെ ഇബ്രാഹിം അവസാന യാത്ര നടത്തുകയാണ്. എന്തായാലും അതിവൈകാരികമായ സാഹചര്യമാണ് ഈ കുട്ടികളുടെ വേർപാടെന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ നമ്മളുടെ ജീവനൊക്കെ സംരക്ഷിക്കാൻ തയ്യാറായി വന്നവരാണ്. അപ്പോൾ അങ്ങനെ വന്നവരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ വേദന ഉണ്ടാക്കുന്നത്. എന്തായാലും ഇനി ചികിത്സയിൽ കഴിയുന്ന 6 പേരുടെയും ജീവൻ നിലനിർത്താൻ കഴിയട്ടെ. അതിൽ ഒരാൾക്ക് കുഴപ്പമില്ല, 5 പേരാണ് ചികിത്സയിൽ തുടരുന്നത്.
അതിൽ രണ്ടുപേരുടെ നില ഗുരുതരമായി തുടരുന്നുണ്ട്. പക്ഷേ അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി വരുന്നുണ്ട്. അവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രാർത്ഥനകളുമായിട്ട് നാടും ഒന്നിക്കുകയാണ്. അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷദ്വീപിൽ നിന്നൊക്കെ ഒരു കുട്ടി പുറത്തേക്ക് പഠിക്കാൻ വരുന്നത് എത്രത്തോളം പ്രതീക്ഷ, ഒപ്പം തന്നെ ഒരു കടന്നു വരേണ്ട കുറേ കടമ്പകൾ കൂടിയുണ്ട്. നമുക്കറിയാം എല്ലാ കോളേജുകളിലുമൊക്കെ ഒരു ലക്ഷദ്വീപിൽ നിന്നുള്ള കുട്ടി 1-2 പേരൊക്കെ ഉണ്ടാകും. അവർ ചെറിയൊരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ലക്ഷദ്വീപ് എന്ന് പറയുന്ന ആ ദ്വീപ് തന്നെ അത്രയും ചെറുതാണ്. അവിടെ നിന്ന് വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് അവർ നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വരുന്നത്. കൊച്ചിയിലേക്കൊക്കെ എത്തുമ്പോൾ തന്നെ അവർ ആ തരത്തിലാണ് വലിയ കൗതുകത്തോടെ വലിയ പ്രതീക്ഷകളോടുകൂടി വരുന്ന കുട്ടികളാണ്. അങ്ങനെ വന്നതാണ് മുഹമ്മദ് ഇബ്രാഹിം എന്ന് പറയുന്നത്. മുഹമ്മദ് ഇബ്രാഹിം 2 പേരാണ് അവരുടെ വീട്ടിലുണ്ടായിരുന്നത്. മൂത്ത മകനാണ്. ഇളയ മകൻ 3ാം ക്ലാസ്സിൽ പഠിക്കുകയാണെന്ന് പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം അത് എറണാകുളത്ത് തന്നെ ഖബറടക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ കുടുംബം എത്തിയിരിക്കുന്നു. ബാപ്പയും ഉമ്മയും ഒക്കെ ലക്ഷദ്വീപിൽ നിന്ന് എത്തിച്ചേരേണ്ടതുണ്ട്. അതിനായിട്ടുള്ള നടപടികളൊക്കെ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നു എന്നുള്ള കാര്യവും അവിടെ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ നമ്മളോട് സംസാരിക്കുകയാണ്.